അതായത് ഹരിപ്പാടാണ് ഞാനിപ്പോൾ പള്ളിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ശ്രീപാർവതി മോളുടെ അവസ്ഥ അറിയാലോ എല്ലാവർക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അച്ഛൻ നമ്മോടൊപ്പം കൂടുകയാണ്. അപ്പോൾ എന്താണുള്ളത് കറക്റ്റ് നമുക്ക് അച്ഛൻ തന്നെ നമ്മൾ സംസാരിക്കുന്നത്. അച്ഛൻ എന്താ സംഭവിച്ചെന്താ? ഈ മോക്കാണ് മോള് പിന്നെ +1 പഠിക്കുമായിരുന്നു. പഠിക്കുമ്പോൾ ഓണത്തിന്റെ അവധിക്ക് 2023 ഓണത്തിന്റെ അവധിക്ക് ഞാൻ വിളിക്കാൻ ചെന്നപ്പോഴ കാലിൽ നീര് കണ്ട് അങ്ങനെ കൊണ്ട് പരിശോധിച്ചപ്പോഴാണ് ക്രിയാറ്റിൻ 3. അന്ന് തൊട്ട് ഞങ്ങള് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇപ്പൊ പുഷ്പഗിരിയിലാണ്. ഇപ്പൊ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നടക്കുന്നത് എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ. കിഡ്നി രണ്ടും ചുരുങ്ങുന്ന അസുഖമാണ്. ഇപ്പൊ അറിഞ്ഞത് ഇപ്പൊ ആഴ്ച 3 ഡയാലിസിസ് വീതം ചെയ്തുകൊണ്ടിരിക്കുക. ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് പിന്നെ നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിയിലുള്ള ചികിത്സാ ചെലവ്, ഞങ്ങളുടെ കൈകളിലിരുന്ന പൈസകൾ എല്ലാം തീർന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അഭ്യർത്ഥനയായിട്ട് ഞങ്ങൾ ഇവിടെ. അപ്പൊ ഈ ഒരു കൂട്ടായ്മയിൽ നമുക്ക് എന്തെങ്കിലും വിജയം ഉണ്ടാക്കുന്നുള്ള യാതൊരു സംശയം വേണ്ട. അവര് ഞങ്ങളെ വിജയിപ്പിക്കുക പരമാവധി എല്ലാവരും. കാരണം ഞാൻ ഈ പ്രദേശക്കാരനാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ കൂടെയുണ്ട്. അവരുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ഈ പരിപാടി നടക്കുന്നത്. കിഡ്നി മാറ്റാനുള്ള ആളൊക്കെ റെഡി ആയിട്ട് ഉണ്ട്. ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഓക്കെ. ഞങ്ങള് പിന്നെ എറണാകുളം ലൂർദ് ഹോസ്പിറ്റലില് പിന്നെ ഓഗസ്റ്റ് 9 അഡ്മിറ്റ് ആവും. എന്നത്തേക്ക് സർജറി ഡേറ്റ് 11 ബ്ലഡിന്റെ കൊടുക്കും. അത് കഴിയുമ്പോൾ ആ ആഴ്ച തന്നെ എല്ലാം. നമുക്ക് ബ്ലഡ് ഒക്കെ ആവശ്യമുണ്ടോ? ബ്ലഡ് ആവശ്യമുണ്ട്. അത് പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ബ്ലഡ് ആവശ്യമുണ്ട്. കാരണം O- 3 പേരും O- 3 പേരും വേണം. അന്ന് തന്നെ 11 തീയതി അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ ഈ ചേട്ടന്റെ നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബ്ലഡ് കൊടുക്കാൻ താല്പര്യമുള്ള തീർച്ചയായും നമ്മുടെ എറണാകുളത്തിൽ ലൂർദ് ഹോസ്പിറ്റലിൽ വരിക. നമ്മുടെ ഈ ചേട്ടന് ഒരൊറ്റ മോളുള്ളൂ അല്ലെ? മറ്റൊരു മോളുള്ളൂ. +2 പഠിക്കുകയാണ്. അപ്പൊ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം അവരിലൂടെ ഒരുപാട് പ്രതീക്ഷകളാണ് നമ്മുടെ ഈ അച്ഛനുള്ളത്. അപ്പൊ ഈ പ്രതീക്ഷകൾ സത്യം പറഞ്ഞ ഇപ്പൊ തകിടം മറിഞ്ഞിരിക്കുകയാണ്. അച്ഛന്റെ മനസ്സിൽ ഞാനിവിടെ വന്ന് കാണുമ്പോഴും അച്ഛനിവിടെ ചിരിച്ചു കാണിക്കുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു വിങ്ങല് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രമാത്രം ഒരു മനോവിഷമം തന്നെയാണ് നമ്മുടെ ഈ അച്ഛനുള്ളത്. അപ്പൊ ഈ അച്ഛന്റെ പ്രതീക്ഷകളെ നമുക്ക് എന്തായാലും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി എല്ലാവരും നിങ്ങൾക്ക് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്ത് ചേർത്ത് പിടിക്കണം. വീട്ടിൽ പിന്നെ അമ്മല്ലേ ഉണ്ട്. അമ്മ ഇപ്പൊ കൊച്ചിന് നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പൊ ഈ ഒരു ഡേറ്റ് നിങ്ങൾ എല്ലാവരും മനസ്സിൽ കാണണം. എത്രാം തീയതി ഡേറ്റ് എന്നാണ്? ഓഗസ്റ്റ് 9. ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പാണ്? O- O-. അത് O+ O- ആ 2 ബ്ലഡ് ഗ്രൂപ്പും നമുക്ക് അത്യാവശ്യമാണ്. അത് ഞാൻ ഓഗസ്റ്റ് 11 തന്നെ വേണം. ഓഗസ്റ്റ് 11 തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടി എടുത്തു പറഞ്ഞത്. എന്താ വെച്ചാൽ ആ ഒരു ബ്ലഡിന്റെ ഇമ്പോർട്ടൻസ് അത്രമാത്രം വലുതാണ്. അത് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ എല്ലാവരും മനസ്സിലാക്കുക. ഈ പള്ളിപ്പാട് പഞ്ചായത്തിലെ എല്ലാവരും ഇവിടെ ഇതിനോട് ചേർന്ന് കഴിഞ്ഞു. കാരണം ആ കൊച്ചിന്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി. അതുമാത്രമല്ല ഇവിടുത്തെ ഒരുപാട് സംഘടനകള്, ക്ലബ്ബുകള്, വായനശാലകള് അങ്ങനെ എല്ലാവരും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഈ ശ്രീപാർവതി മോളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഈ താഴെ കാണുന്ന നമ്പറിൽ, ഈ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ₹1 അത് ഈ ഒരു വീഡിയോയിലേക്കിലൂടെ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. ആ ശ്രീപാർവതി മോളെ നമുക്ക് ചേർത്ത് പിടിക്കാമെന്ന് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക.